ശ്രീ നാസർകോളായി, ഈ ഒരു സഖ്യത്തിൻ്റെ ഒരു പേരിൽ ബൗദ്ധികമായ ഒരു വഴികാട്ടിയായി ജമാഅത്ത് മാറുകയാണ്, അവരുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ മാറുകയാണ്. UDF-നെ ഏതാണ്ട് പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം UDF-ലെ മറ്റ് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെയാണ് ഈ ജമാഅത്തുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സഞ്ചരിക്കുന്നത്. പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ, പുതിയ പുതിയ നരേറ്റീവുകൾ, ഇടത് ഹിന്ദുത്വം പോലുള്ള വാക്കുകൾ കോയിൻ ചെയ്തെടുക്കുന്നു. അവരെന്തുമാത്രം പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വലിയ ഒരു ലക്ഷ്യം ഇവർക്ക് ഉണ്ട്. അതിപ്പോൾ കേരള നിയമസഭയിൽ ജമാഅത്തിൻ്റെ 1-2 നേതാക്കന്മാർ MLA ആയി വരുന്ന ഒരു ദിനത്തിലേക്ക് അത് മാറിക്കൂടാ എന്നുണ്ടോ? മാറാം. നാളെ അങ്ങനെയും വരാം. സ്വതന്ത്ര വേഷമണിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളെ എത്തിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുകയാണ്. ഇതിലെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം ലീഗ് തിരിച്ചറിയാത്തത് കേരള മുസ്ലിങ്ങളിൽ 5% പോലും ഇവരില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ലീഗിനകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഭൂരിപക്ഷം വരുന്ന സുന്നികൾക്ക് അവരുടെ നേതൃത്വത്തിലും ഇത്തരം കാര്യങ്ങളിലുമൊക്കെ പ്രാതിനിധ്യം കിട്ടാത്തതിന്റെ പേരിലുള്ള പൊട്ടിത്തെറികള് അതിനകത്ത് നടക്കുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടം, സ്വാതന്ത്ര്യം, നടക്കട്ടെ. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികള് ഇതെല്ലാം കണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന ഒരു ബോധ്യം ലീഗിനും കോൺഗ്രസിനും ഒക്കെ ഉണ്ടാവുന്നത് നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവര് കമ്മ്യൂണിസ്റ്റുകാരുടെ ശത്രു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനല്ലേ. കാരണം ഹിന്ദു വർഗീയവാദികൾ RSS വളരെ കൃത്യമായി പറയുന്നു, പിന്നെ ഞങ്ങളുടെ ശത്രുക്കളിൽ 1-ാം ശത്രു മുസ്ലിം, 2-ാം ശത്രു ക്രിസ്ത്യാനി, 3-ാം ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ സാന്ദർഭിക ഞാൻ പറയാണ്, ഈ 3-ാം ശത്രു കമ്മ്യൂണിസ്റ്റ് 1925-ലാണ് RSS രൂപീകരിക്കപ്പെടുന്നത്. ആ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും? 1921 അവസാനത്തിൽ റഷ്യയിലെ താസ്കൻഡിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ഇന്ത്യയിലെത്തി പ്രചരണം നടത്തി. അതിന്റെ പ്രവർത്തനമൊക്കെ ഒരു 10,000 ആളുകൾ അന്ന് 1925 ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയത്താണ് പിന്നെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുഖ്യ ശത്രുക്കളിൽ ഒരാളായി RSS പ്രഖ്യാപിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം RSS നേതാക്കള് ഈ മൂഞ്ചെ അടക്കമുള്ള ആളുകള് ഹിറ്റ്ലറുടെയും ഒക്കെ സന്ദർശിച്ചപ്പം ലോകത്തെ ഏകാധിപത്യത്തിനും അതുപോലെയുള്ള ഫാസിസത്തിനും എതിരെ പോരാടി ജയിച്ച റഷ്യൻ ചരിത്രമൊക്കെ 1917 റഷ്യൻ വിപ്ലവമൊക്കെ അടക്കം അവരുടെ മുമ്പിലുണ്ടാവുമല്ലോ. അപ്പൊ ലോകത്ത് ഫാസിസത്തിനെതിരാണ് കമ്മ്യൂണിസം എന്ന തിരിച്ചറിവിലാണ് കമ്മ്യൂണിസ്റ്റിനെ മുഖ്യ ശത്രുവാക്കി. RSS കമ്മ്യൂണിസ്റ്റുകാരനെ മുഖ്യ ശത്രുവാക്കിയ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി അതേ മതരാഷ്ട്രവാദല്ലേ? എന്താ വ്യത്യാസമുള്ളത്? RSS ഏത് മതരാഷ്ട്രവാദമാണ് ഉന്നയിക്കുന്നത്, അതേ മതരാഷ്ട്രവാദം, മുസ്ലിം മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി CPM-ന്റെ ശത്രുവാണെന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനമാണ്. കാരണം മുസ്ലിം പിന്നെ മതരാഷ്ട്രവാദികളും ഹിന്ദു മതരാഷ്ട്രവാദികളും നമ്മൾക്കെതിരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ മതേതരവാദികളാണ് എന്ന് മറ്റൊരർത്ഥത്തിൽ അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്. എന്തായിരുന്നാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിരവധി രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അവർക്കെതിരെ ഉണ്ട്. ആ അഭിപ്രായങ്ങൾ നിലനിർത്തിക്കൊണ്ട് യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് 67 അടക്കം മുസ്ലിം ലീഗുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ രാഷ്ട്രീയ കാര്യങ്ങളിൽ അവരെ നിശ്ചിതമായി വിമർശിക്കുമെങ്കിലും മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഇന്ന് വരെ നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പോക്ക് പോവുകയാണെങ്കിൽ മുസ്ലിം ലീഗ് പൂർണ്ണമായി ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങും. അത് തന്നെയാണ് നാസർകോളായി അതിലേറ്റവും അപകടകരമായ ഒരു കാര്യം. താരതമ്യേന പൊതുസമൂഹത്തിന് സ്വീകാര്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്, വർഗീയമായ നിലപാട് ഒക്കെ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും താരതമ്യേന പൊതുസമൂഹത്തിന് സ്വീകാര്യമായ ഒരു നിലപാട് എപ്പോഴും എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ ഏതാണ്ട് പൂർണ്ണമായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് പൂർണ്ണമായും ജമാഅത്ത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യം വളരെ വളരെ വലുതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും വളരെ വലുതായിരിക്കും.